തിങ്കളാഴ്ച വന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് ഇട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്ന് ഈ ചുരിദാറിലേക്ക് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ആ വേദന എനിക്ക് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് ശരിക്കും മനസ്സിലറിയായിരുന്നു. ചെറുതായിട്ട് ഇടത്തെ ചെവിയിൽ കൂടെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് രാവിലെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഓപ്പറേഷത്തിന് പറഞ്ഞതാണ്. മടിഞ്ഞാൽ നീരുമില്ല, എല്ലാം ശരിയായി. വേദനകളിൽ നിന്ന് ഒത്തിരി എനിക്ക് മോചനം കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. മെയ് 5 എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ്. കളമശ്ശേരിയിലായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് എൻ്റെ ഈ കൈ ഇടത് കൈ പൊക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇടത് കൈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഡാമേജ് ആയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം തിങ്കളാഴ്ച വന്നു. അന്ന് എനിക്ക് ഒരു റിക്കവറായി, പക്ഷെ അന്ന് ഞാൻ പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ അന്ന് തിങ്കളാഴ്ച വന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് ഇട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്ന് ഈ ചുരിദാറിലേക്ക് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ തന്നെ ഒരു വലിയൊരു ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മെൻ്റലി ഫിസിക്കലി എനിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്ന അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പം ഞാൻ നോർമലി, എനിക്ക് ക്ഷീണം കൊണ്ടല്ല, നോർമലി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. എൻ്റെ കൈകൾ യഥേഷ്ടം എനിക്ക് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ എൻ്റെ ഇതിലൂടെ ഒരുപാട് പേർക്ക് ഇനിയും ഇങ്ങോട്ട് വരാനൊരു പ്രേരണയാവുമെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. 20 വർഷം എൻ്റെ കൈക്ക് ബ്ലോക്കാണ്. ഓപ്പറേഷത്തിന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്ന് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സൂചിയൊന്നത് കുത്തി പെട്ടെന്ന് എൻ്റെ കയ്യിലെ ശരിയായി. ഈ വിരൽ മടങ്ങൂല്ലേ, മടങ്ങിയാൽ നീരുമില്ല, എല്ലാം ശരിയായി. ഭയങ്കര തരിപ്പേനും, പക്ഷെ വിരലൊന്നും തട്ടിയാൽ ഭയങ്കര വേദനയാണ്. വീട് പണിയൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാം ശരിയായി. എൻ്റെ മകനാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 4 ദിവസമായി. ഇവന് ഇയറിങ്ങിൻ്റെ പ്രശ്നമാണ്, ചെവിട് കേൾവി കുറവ്. 4 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞേ, റൂമിൽ നിന്ന് പറഞ്ഞേ, ഇടത്തെ ചെവിക്ക് കേൾക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വലത്തെ ചെവിക്ക് 30% മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഇടത്തെ ചെവിയിൽ കൂടെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് രാവിലെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. 5 വയസ്സിലാണ് ഇവൻ്റെ ഈ കേൾവി കുറവുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിൻ്റെ മുമ്പൊന്നും മനസ്സിലാക്കില്ല. ഡോക്ടർ കോക്ട് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അതിനൊന്നും മനക്കെട്ടില്ല. ഇയറിങ്ങേഡ് വെച്ചിട്ടാണ് സ്കൂളും മദ്രസയിലും പോകുന്നത്. കാലുകൊണ്ട് എനിക്ക് നട കയറാനും നടക്കാനും ഇരുന്നിട്ട് ഒരു 8 വർഷമേലുമായി കാണും ഞാൻ തറയിലിരുന്നിട്ട്. എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എവിടെയെങ്കിലും കൈ കുത്താതെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ ഷോൾഡറിന് എനിക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. സാറ് മിനിഞ്ഞാന്ന് എൻ്റെ കയ്യിൽ പിടിച്ചതിന് ശേഷം എനിക്കത് ഒരുപാട് കുറഞ്ഞു. അതുപോലെ ഇന്ന് രാവിലെ ഞാനിവിടെ കണ്ണടച്ചിരുന്നു. സാറ് കണ്ണ് തുറക്കാൻ പറഞ്ഞ് ഞാൻ കണ്ണ് തുറക്കാൻ നോക്കിയപ്പം എനിക്ക് കണ്ണ് തുറക്കാനും ബുദ്ധിമുട്ട്. എൻ്റെ തലയുടെ ഇവിടം തൊട്ട് താഴെ വരെ എൻ്റെ നട്ടല് കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഭാരവും ഭയങ്കരമായ ഒരു വേദനയായിരുന്നു. ഞാൻ അതേപോലെ ഒരു അരമണിക്കൂർ പയ്യെ ഇരുന്ന് ആ വേദന എനിക്ക് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് ശരിക്കും മനസ്സിലറിയായിരുന്നു. അങ്ങനെ ഇരുന്നാണ് എനിക്ക് ആ വേദന കുറഞ്ഞത്. എനിക്ക് എൻ്റെ മുട്ടിനും എൻ്റെ ശരീരത്തിനും മനസ്സിനും എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. ഒരു 12ഓളം വർഷമായിട്ട് എനിക്ക് കാലിന് ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത് എനിക്ക് ആമവാദമാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാം കഴിച്ച് അങ്ങനെ മടുത്ത് വർഷങ്ങളായിട്ട് പിന്നെ ഇപ്പോഴും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനിത് ഫേസ്ബുക്ക് വഴി ഇത് ഞാനിത് കുറേ അതിൻ്റെ റിവ്യൂ ഒക്കെ കാണുകയൊക്കെ ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് വന്നിട്ട് 11ാമത്തെ ദിവസമാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പണിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് ശരിക്കും എൻ്റെ കാലിൻ്റെ, ഞാൻ ഇവിടെ വന്ന് ഇവിടെ അടുത്തുള്ളവരോടും പറയാമായിരുന്നു, കാലിൻ്റെ അടിയിലെ വേദന മൊത്തമായിട്ട് കാലിൻ്റെ അടിയിലെ വേദന മാറി. വേദനകളിൽ നിന്ന് ഒത്തിരി എനിക്ക് മോചനം കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്.